നിങ്ങൾ ദുബായിലാണെങ്കിൽ ഗൂഗിൾ മാപ്സിന്റെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് മാപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് വേറെ ലൊക്കേഷനിലേക്ക് ചാടും. എന്നാൽ ഇത് ഗൂഗിൾ മാപ്പിന്റെ ഇഷ്യൂ അല്ല, ഇതിനെ GPS സ്പൂഫിംഗ് എന്നാണ് പറയുക. അതുകൊണ്ട് നിങ്ങൾ ഓഫ്ലൈൻ മാപ്സ് ഡൗൺലോഡ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇഷ്യൂ മാപ്പിന്റെ അല്ല, GPS-ന്റെ ആണ്. ഉദാഹരണത്തിന് ദുബായിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ ഇത് പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് മെസ്സി എന്ന് വിളിക്കാം. ഇതിന്റെ അകത്തൊരു GPS ചിപ്പ് ഉണ്ട്. എർത്തിന്റെ ഓർബിറ്റിൽ ഒരു സാറ്റലൈറ്റും ഉണ്ട്. ഈ സാറ്റലൈറ്റ് റേഡിയോ സിഗ്നൽസ് സെൻഡ് ചെയ്യും. അത് നമ്മളുടെ ഡിവൈസിലുള്ള GPS-ന്റെ ചിപ്പ് റിസീവും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കറന്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് മാപ്സിൽ അറിയാൻ പറ്റുന്നത്. അതുപോലെ മെസ്സിനെ അവർ അയക്കുമ്പോൾ ഓൾറെഡി ഇത് ഗോൾ അടിക്കേണ്ട കോർഡിനേറ്റ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് GPS സ്പൂഫിംഗ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് സാറ്റലൈറ്റ് സിഗ്നൽസ് പോലത്തെ റേഡിയോ സിഗ്നൽസ് സെൻഡ് ചെയ്യും. അപ്പൊ മെസ്സി വിചാരിക്കും എന്റെ ഗോൾ പോസ്റ്റ് ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന്. എന്നിട്ട് അത് വേറെ എവിടെയെങ്കിലും പോയി അടിക്കും. പക്ഷെ ഇപ്പോഴത്തെ മെസ്സിനൊന്നും GPS സ്പൂഫിംഗ് കൊണ്ട് മാത്രം തടയാൻ പറ്റില്ല. കാരണം ടെക്നോളജി വളർന്നതുകൊണ്ട് അവർക്ക് വേറെ അഡ്വാൻസ്ഡ് നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുബായിലാണെങ്കിൽ വഴി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഡീബഗ് മീഡിയ. ഇനി ഇതേപോലത്തെ വീഡിയോസിനെ ലൈക്ക് ആൻഡ് ഫോളോ.